അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇമോഷണൽ മാസ്റ്ററി സെഷനാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പാർട്ട് തന്നെയാണ് ഇന്നത്തെ സെഷനും. ഇന്നത്തെ സെഷൻ നമ്മൾ പറഞ്ഞിരുന്നു ഇമോഷണൽ മാസ്റ്ററിയിൽ നമ്മുടെ ആങ്കർ, ദേഷ്യം വരുന്നു, ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ലൈഫിൽ ദേഷ്യം കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ? ദേഷ്യം വരുന്നത് കാരണം ലൈഫിൽ പലപ്പോഴും നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്ന തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാം. നമ്മുടെ ബന്ധങ്ങളിൽ, റിലേഷൻഷിപ്പിലൊക്കെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും അല്ലേ? ആ സമയത്ത് ദേഷ്യപ്പെട്ടു പോയി പിന്നെ നമുക്ക് തോന്നും വേണ്ടായിരുന്നു, ദേഷ്യം പിടിക്കണ്ടായിരുന്നു, നമുക്ക് അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്നുള്ളത് അല്ലേ? ജസ്റ്റ് കമന്റ് യെസ് ഓർ നോ. ദേഷ്യം നമ്മുടെ ലൈഫിൽ ഒരുപാട് ബാക്കിയുള്ള ഇമോഷൻസിലൊക്കെ കാൾ കൂടുതലായിട്ട് ദേഷ്യത്തിന്റെ പോസിറ്റീവ് സൈഡ് വളരെ കുറവാണ് അല്ലേ? ബാക്കിയുള്ള എല്ലാ ഇമോഷൻസിനും, നെഗറ്റീവ് ഇമോഷൻസിനൊക്കെ നമ്മൾ പറയാറുണ്ട് ഒരു പോസിറ്റീവ് സൈഡും ഉണ്ട് എന്നുള്ളത്. ദേഷ്യത്തിന് കുറച്ച് പോസിറ്റീവ് ഉണ്ട്. എന്നിരുന്നാലും ദേഷ്യത്തിന്റെ പോസിറ്റീവ് സൈഡ് വളരെ കുറവാണ്. ദേഷ്യം നമ്മളെ എപ്പോഴും നെഗറ്റീവായിട്ട് തന്നെയാണ് അഫക്റ്റ് ചെയ്യാറുള്ളത്. നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് ചാടിക്കും. നമ്മൾ വിചാരിച്ച പോലെ ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. പലപ്പോഴും ഒരു ഹാപ്പി മൊമെന്റ് ആയിരിക്കും, എല്ലാവരും സന്തോഷിക്കാണ്, നമുക്ക് ഈ ദേഷ്യം കാരണം സന്തോഷിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് അതിലിങ്ങനെ ടെൻഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ദേഷ്യം കാരണം. അപ്പൊ ഈ ദേഷ്യത്തെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, എഫക്റ്റീവ്ലി ദേഷ്യത്തിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ സെക്ഷൻ. ഓക്കെ അരുണിമ, ഓക്കെ ഷെർലി, ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം തുടക്കത്തിൽ നമ്മുടെ ബാക്കിയുള്ള എല്ലാ തെറാപ്പികളിൽ നിന്നും, ബാക്കിയുള്ള എല്ലാ സൈക്കോളജി മെത്തേഡിൽ നിന്നും നമുക്കുള്ള വ്യത്യാസം, EFTക്കുള്ള വ്യത്യാസം ഞാൻ എപ്പോഴും പറയാറുണ്ട്. നമ്മുടെ ഇന്നുള്ള മോഡേൺ സൈക്കോളജി, വെസ്റ്റേൺ സൈക്കോളജി നിങ്ങൾ എടുത്തു നോക്കിയാൽ എന്താന്ന് വെച്ചാൽ CBT എന്നാണ് അതിന്റെ പേര്, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി. നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ ഭാരങ്ങൾ എല്ലാം കൊണ്ടുപോയി നിങ്ങൾ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് ഇറക്കി വെക്കുന്നു. സൈക്കോളജിസ്റ്റ് അത് നോക്കിയിട്ട് അതിലെ പ്രശ്നങ്ങളൊക്കെ പഠിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഉത്തരം പറഞ്ഞിരുന്നു, നിങ്ങൾ അങ്ങനെയല്ല ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. അതാണ് മോഡേൺ സൈക്കോളജിയുടെ കോറ്. ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് സംഭവിക്കുന്നത്. പക്ഷെ നമ്മൾ കാര്യങ്ങൾ അങ്ങനെയല്ല നോക്കിക്കാണുന്നത്. അങ്ങനെ നോക്കിക്കണ്ടിട്ട് കാര്യമില്ല. പകരം മൈൻഡ്ഫുൾ ആയിട്ടാണ് കാര്യങ്ങൾ നോക്കിക്കാണേണ്ടത്. അത് എങ്ങനെയെന്ന് വെച്ചാല് ഓരോരുത്തരുടെയും മനസ്സ് വ്യത്യസ്തമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് വ്യത്യസ്തമാണ് അല്ലേ? നമ്മുടെ മനസ്സ്, ജസ്റ്റ് കമന്റ് യെസ് ഓർ നോ, നിങ്ങളുടെ മനസ്സ് കംപ്ലീറ്റ് ആയിട്ട് 100% വേറെ ഒരാൾക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുമോ? ഇല്ലേ? പറ്റുമോ? നമുക്ക് സാധിക്കോ? ജസ്റ്റ് കമന്റ് യെസ് ഓർ നോ. നമ്മുടെ മനസ്സ് എന്ന് പറഞ്ഞാല് നമ്മുടെ മാത്രം സംഭവമാണ്. നമ്മൾ എന്ത് ചിന്തിക്കുന്നു, നമുക്ക് എങ്ങനെ ഇമോഷൻസ് വരുന്നു എന്നുള്ളത് കുറച്ചൊക്കെ നമുക്ക് പറഞ്ഞു കൊടുത്ത് ബാക്കിയുള്ളവരടുത്ത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും, കുറച്ചൊക്കെ. കാരണം എന്താന്ന് വെച്ചാല് നമ്മുടെ ബ്രെയിനില് മിറർ ന്യൂറോൺസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. നമ്മുടെ ഒരു മനുഷ്യൻ ദുരിതം അനുഭവിക്കുമ്പോൾ, പ്രശ്നം അനുഭവിക്കുമ്പോൾ, ഒരാൾക്ക് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അയാളെ ശ്രദ്ധിക്കുമ്പോൾ നമുക്കും ചെറിയ രീതിയിൽ സങ്കടം വരാൻ തോന്നും. നമ്മൾ അയാളുടെ എമ്പതി എന്നല്ലേ നമ്മളതിന് പറയാ, അയാളെ പോലെ അയാളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്തിനായിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും ഓട്ടോമാറ്റിക്കലി. അതാണ് മിറർ ന്യൂറോൺസ് നമ്മുടെ തലക്കകത്ത് ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് കുറച്ച് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ഇതിനൊരു പരിധിയുണ്ട്. ആ പ്രശ്നം അയാളുടെ മാത്രം പ്രശ്നമാണ്, എനിക്കത് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ള അടിസ്ഥാനപരമായിട്ടുള്ള സത്യം ഉൾക്കൊള്ളുന്നതാണ് മൈൻഡ്ഫുൾനെസ്. അപ്പൊ നമുക്ക് പിന്നെ അയാളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും? അയാളുടെ പ്രശ്നങ്ങൾ അയാളുടേത് മാത്രമാണ്, എൻ്റെ പ്രശ്നങ്ങൾ എൻ്റേത് മാത്രമാണ്. ഞാൻ വളർന്നു വന്ന സാഹചര്യങ്ങൾ, എൻ്റെ മനസ്സ്, എൻ്റെ ചിന്തകള്, എൻ്റെ ശരീരം എല്ലാം വ്യത്യസ്തമാണ്. ലോകത്ത് വേറെ ഒരാളും ഇതേപോലെ ഇല്ല. അപ്പൊ എന്നെ സഹായിക്കേണ്ടത്, എന്നെ ഹെൽപ്പ് ചെയ്യേണ്ടത്, എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് ഞാൻ തന്നെയാണ്. എനിക്ക് മാത്രമേ ഇതിന് സാധിക്കുള്ളൂ. അതിന് ഓരോരുത്തരെയും റെഡിയാക്കി എടുക്കുക. അതിനുള്ള ഉൾക്കരുത്ത്, ഉള്ളിലെ സ്റ്റാമിന നമ്മൾ പറയും, മനസ്സിന്റെ വിൽ പവർ, എന്തോ നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചാലും അത് സ്ട്രെങ്തൻ ചെയ്ത് കൊണ്ടുവരിക, അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക, അതിനെ വളർത്തി കൊണ്ടുവരിക എന്നുള്ളതാണ്
നമ്മുടെ EFT മൈൻഡ്ഫുൾനെസ് തെറാപ്പീസും ബാക്കിയുള്ള തെറാപ്പീസും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താന്ന് എന്നോട് പറയേണ്ട ഒരു ആവശ്യമില്ല, എനിക്കത് അറിയേണ്ട കാര്യമില്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയിരുന്നാലും, ഏത് പ്രശ്നങ്ങളായിരുന്നാലും അതിനെ നിങ്ങൾക്ക് എങ്ങനെ എഫക്റ്റീവായിട്ട് തിരിച്ചു കൊണ്ടുവരാം, നിങ്ങളുടെ ലൈഫിലേക്ക് ആ നെഗറ്റീവ് ഇമോഷൻസിനെ മാറ്റാം, ദേഷ്യത്തെ എങ്ങനെ, അതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും. എങ്ങനെ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാം, അത് എങ്ങനെ പഠിക്കണം, അതിനുള്ള സ്ട്രാറ്റജികൾ ആണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. പലപ്പോഴും ഒരുപാട് ടിപ്സ്, ദേഷ്യം വരുന്നത് എങ്ങനെ മാനേജ് ചെയ്യാം, അന്നേരം നിങ്ങൾ ബ്രത്ത് വർക്ക് ചെയ്യുക, അത് ചെയ്യുക, ഇത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ ടിപ്സ് ഒക്കെ അധികം ആളുടെ ഒരുപാടുണ്ടാവും. ആവശ്യത്തിൽ കൂടുതൽ അല്ലെ, ആവശ്യത്തിൽ കൂടുതൽ ഉണ്ടായിരിക്കും. പക്ഷെ പ്രാക്ടിക്കൽ ആയിട്ട് വരുമ്പോ, കാര്യത്തോട് അടുക്കുമ്പോ അതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അന്നേരം നമ്മൾ ദേഷ്യപ്പെട്ട്, ഓരോരുത്തരും ഓരോ കാര്യങ്ങളുണ്ട് ദേഷ്യപ്പെട്ട്, ചിലർക്ക് കാര്യങ്ങൾക്ക് എടുത്ത് എറിയാൻ തോന്നും, ചിലർ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും അല്ലെ. നമ്മുടെ റിലേഷൻഷിപ്പിലൊക്കെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കാരണം നമ്മൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട്, ചില ആളുകളുണ്ട് ദേഷ്യപ്പെടുമ്പോൾ ഭയങ്കര ഭയങ്കര സിംഹം പോലെയുള്ള മനോഭാവമായിരിക്കും, അത് കഴിഞ്ഞിട്ട് ഭയങ്കര പൂച്ചയെ പോലെയുള്ള പറ്റിപ്പോയി എന്നുള്ള മനോഭാവം. അതുകൊണ്ട് ഒരിക്കലും കാര്യമില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ദേഷ്യം പിടിക്കുന്ന സമയത്ത് ഉണ്ടാക്കിയ ഡാമേജ് ഒരിക്കലും നമ്മൾ പിന്നെ എന്ത് ചെയ്തിട്ടും അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മുടെ ഇവിടെ നമുക്ക് EFT റിലേറ്റഡ് ആയിട്ട് അതിന് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ് അതിന് ആദ്യം വേണ്ടത് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് ഐഡിയ വേണം. ദേഷ്യം പിടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, എൻ്റെ മനസ്സിന്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് അല്ലെ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും, ലോകമാകെ സഞ്ചരിക്കും, നമ്മുടെ മനസ്സിന്റെ ഉള്ളിലെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമുക്ക് അറിയില്ല, അത് ഉൾക്കൊള്ളാൻ വേണ്ടി ശ്രദ്ധിക്കുന്നില്ല, അതിന് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഒരേ വലിയ പ്രശ്നമായിട്ട്, ആദ്യത്തെ വലിയ പ്രശ്നമായിട്ട് നമ്മുടെ മുന്നിൽ വരിക. നമ്മുടെ മനസ്സിലെ ദേഷ്യം എന്ത് കാരണങ്ങൾ കൊണ്ടാണ്, എന്ത് ചിന്തകൾ വരുമ്പോഴാണ് നമ്മളെ ദേഷ്യം പിടിപ്പിക്കുന്നത്, എപ്പോഴാണ് ദേഷ്യം വരുന്നത്, കറക്റ്റായിട്ട് നമ്മളടുത്ത് ഐഡിയ വേണം. ജസ്റ്റ് കമന്റ്, നിങ്ങൾക്ക് എന്ത് ചിന്ത വരുമ്പോഴാണ്, ആര് നിങ്ങളെ എതിർക്കുമ്പോഴാണ്, എന്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ്, എന്ത് ചിന്തകളാണ് ദേഷ്യം പിടിപ്പിക്കുന്നത് അല്ലേ, പുറത്ത് സാഹചര്യങ്ങളല്ല. പുറത്ത് സാഹചര്യങ്ങള് എന്നും ഇതേപോലെ പഴയ പോലെ ആണെങ്കിലും നമുക്ക് ഓരോ സമയത്തും ഓരോ രീതിയിലാണ് ദേഷ്യം പിടിക്കുക അല്ലെ. നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, പുറത്തെ സാഹചര്യങ്ങൾ അതിനൊരു ഘടകമായിട്ട്, കാരണങ്ങളായിട്ട് നമ്മൾ പറയുന്നതാണ്. നമ്മുടെ മനസ്സിന്റെ അകത്ത് ചില ചിന്തകൾ വരുമ്പോഴാണ്, അവരെന്നെ പരിഗണിക്കുന്നില്ലെന്നോ, അതോ എന്നെ കൊച്ചാക്കുന്നെന്നോ, അതോ എന്നെ അവർ പരിഹസിക്കുന്നെന്നോ ചില ചിന്തകൾ വരുമ്പോഴാണ് നമുക്ക് ഇമോഷൻസ് ട്രിഗർ ചെയ്യുക അല്ലെ. നമ്മുടെ ഇമോഷൻസ് വരിക, അത് ദേഷ്യമായിരുന്നാലും ഏത് ചിന്തയായിരുന്നാലും ഏത് ഇമോഷൻ ആയിരുന്നാലും അത് ചില ചിന്തകളാണ്. അത് ഏത് ചിന്തയെന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. എന്ത് ചിന്ത വരുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നത്, ദേഷ്യം വരാനുള്ള കാരണമായിട്ട് എൻ്റെ മനസ്സിൽ എന്ത് ചിന്തയാണ്, ഞാൻ ലൈഫിൽ എവിടെയും എത്തിയിട്ടില്ല, എൻ്റെ ലൈഫ് ഇങ്ങനെയായി പോയി, ലൈഫിൽ ഒറ്റപ്പെട്ടു, നെഗറ്റീവായിട്ടുള്ള കുറെ ചിന്തകൾ ഉണ്ടാവും. അതിൽ ഏത് ചിന്തയാണ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വെക്കണം. നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് ഐഡിയ വേണം, നമുക്കാണ് ഐഡിയ വേണ്ടത്. അതല്ലാതെ നിങ്ങൾ ഡോക്ടേഴ്സിന്റെ അടുത്തോ സൈക്കാട്രിസ്റ്റിന്റെ അടുത്തോ തെറാപ്പിസ്റ്റിന്റെ അടുത്തോ പോയിട്ട് അവർക്ക് ഐഡിയ ഉണ്ടാക്കി കൊടുത്തിട്ട് കാര്യമില്ല. നമുക്ക് കറക്റ്റ് ഐഡിയ വേണം. നിങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിൽ നോക്കിയിട്ട് പിക്ചർ ഉണ്ടാക്കണം, എന്താണ് യഥാർത്ഥത്തിൽ എന്നെ ദേഷ്യം പിടിപ്പിച്ചതെന്ന്. ആദ്യം നമ്മൾ എന്താ പറയാ, ആ സാഹചര്യങ്ങൾ എങ്ങനെയായിരുന്നു, എൻ്റെ ജോലി ഇങ്ങനെയാണ്, എൻ്റെ ജോലി റിലേറ്റഡ് ആയിട്ട് ഉറപ്പായിട്ടും ടെൻഷൻ ഉണ്ടാവും, എല്ലാവർക്കും ടെൻഷൻ വരുന്നൊക്കെ പറയും ചിലവർ, എൻ്റെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണെന്നൊക്കെ പറയും. അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കേണ്ടത്, ചില ചിന്തകൾ വരുമ്പോഴാണ്, ഏത് ചിന്ത വരുമ്പോഴാണ് നമുക്ക് ദേഷ്യം വരുന്നതെന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് പിക്ചർ വേണം. അതിനെക്കുറിച്ച് നമുക്ക് പിക്ചർ വേണം. ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞത്? ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ? ഞാൻ നെക്സ്റ്റ് പോയിന്റ് പറയട്ടെ. ഓക്കെ ഓക്കെ സുമേഷ്, യെസ്.
ഓക്കെ അരുണിമ, ലത, ഷെർലി, ഓക്കെ ക്ലിയർ അല്ലേ? ഫസ്റ്റ് നമുക്കിത് ഐഡിയ വേണം. അതല്ലാതെ നമ്മൾ ആദ്യം തന്നെ എന്താ പറയോ, ദേഷ്യം മാനേജ് ചെയ്യാനുള്ള കുറച്ച് ടിപ്സ്, കുറച്ച് ട്രിക്സ് ഒക്കെ ആയിട്ട് നമ്മൾ ഇതുമായിട്ട് ദേഷ്യത്തിന്റെ അടുത്തേക്ക് ചെന്നാൽ ഒന്നും നടക്കില്ല, ഒന്നും നടക്കില്ല. ആദ്യം നമുക്ക് വേണ്ടത് ഇത് കറക്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ ഒരു ഐഡിയ വേണം. എപ്പോഴാണ് ദേഷ്യം വരുന്നത്, ഏത് ചിന്താ സാഹചര്യങ്ങളല്ല, സാഹചര്യങ്ങള് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക, പലപ്പോഴും മാറി വന്നിട്ടുണ്ട്. നമ്മുടെ ദേഷ്യം പിടിക്കുന്ന സ്വഭാവം, ആ ചിന്തകള്, ചിന്തകളുടെ ഷേപ്പ് ചിലപ്പോ മാറും. പക്ഷെ എന്തുകൊണ്ട് എനിക്ക് ദേഷ്യം വരുന്നു എന്നുള്ളതിനുള്ള കറക്റ്റ് പിക്ചർ നമ്മുടെ കയ്യിൽ ഉണ്ടാക്കുക. അതാണ് ഫസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. പിന്നെ ഉള്ളത് നമ്മൾ പറയുക, ഈ നമ്മുടെ ചിന്തകളുടെ റീഫ്രെയിം ചെയ്യണം എന്നാണ് പറയുക. എന്ത് ചിന്തകളാണോ നിങ്ങൾക്ക് ദേഷ്യം പിടിപ്പിക്കുന്നത്, ചില ചിന്തകളെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നമ്മളെ ഹാർട്ട് ചെയ്യും, അല്ലെ, നമ്മളെ ബുദ്ധിമുട്ടിക്കും, മുറിവുണ്ടാക്കും. ആ മുറിവുകളാണ് ശരിക്കും ദേഷ്യമായിട്ട് നമുക്ക് പുറത്തേക്ക് വരുന്നത്. ആ സംഭവങ്ങളെ നമ്മൾ റീഫ്രെയിം ചെയ്തെടുക്കണം. സിമ്പിൾ അല്ല കേട്ടോ പ്രോസസ്സ്. ബാക്കിയുള്ള സൊല്യൂഷൻസ് എടുക്കുന്ന പോലെ, മരുന്ന് എടുക്കുന്നത് പോലെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഒറ്റയടിക്ക് ഇതൊക്കെ ചെയ്ത് തീർക്കണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. അങ്ങനെയുള്ള ആളുകൾ ഓടി വന്നിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറ്റാനായിട്ട് നിങ്ങൾക്ക് തന്നെ എങ്ങനെ ഹീൽ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള സ്കില്ലാണ്. ആ സ്കിൽസ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അതിനു വേണ്ടി ആ ഉത്തരവാദിത്വം, ദേഷ്യം എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതിന്റെ, എൻ്റെ ഇമോഷൻസ് എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തത് എൻ്റെ പാർട്ട്ണർ ഇങ്ങനെ ആയതുകൊണ്ടാണ്, എൻ്റെ സാഹചര്യങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ടാണ്, എൻ്റെ ജോലി ഇങ്ങനെ ആയതുകൊണ്ടാണ്, ലോകം മൊത്തം സാമ്പത്തികമാന്ദ്യമാണ്, ആർക്കും അവസരങ്ങളില്ല, ആർക്കും ജോലിയില്ല, ആകെ പ്രശ്നമാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരികയാണ്, എല്ലാവരുടെയും ജോലി എടുത്തു പോവാണ്. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാല് ഒരിക്കലും നിങ്ങൾക്ക് യഥാർത്ഥ പ്രശ്നത്തിലേക്ക് എത്താൻ പറ്റില്ല, യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല. ഫസ്റ്റില് ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ഈ ദേഷ്യം, എൻ്റെ ഇമോഷൻസ് കൺട്രോൾ വിട്ടുപോകുന്നത്, എൻ്റെ ദേഷ്യം എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്നത് ബാക്കിയുള്ളവരുടെ കാരണങ്ങൾ കൊണ്ടല്ല, എൻ്റെ സാഹചര്യങ്ങളല്ല, എൻ്റെ ചില ചിന്തകൾ വരുമ്പോ അതിന് അമിഗ്ഡലയുമായിട്ട്, അമിഗ്ഡലയെന്നാണ് കേട്ടോ ഈ ദേഷ്യം ആദ്യം പുറത്തേക്ക് വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഓരോരുത്തർക്കും ഓരോ സിംറ്റമാണ് ഉണ്ടാവുക. ചിലർക്ക് അമിതമായിട്ട് ശ്വാസം എടുക്കും, അല്ലെ, ഭയങ്കരമായിട്ട്, അല്ലെ, ദേഷ്യം വരുമ്പം നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഫീലിങ്സ് വരിക എന്ന് നിങ്ങൾ മനസ്സിലൊന്ന് ഓർത്തു നോക്കുക, അല്ലെ. ഓരോ തരത്തിലുള്ള ഫീലിങ്സ് ആയിട്ടും നമുക്ക് വരിക. കൈകളിലെ ചിലർക്ക് മസിൽസ് ഒക്കെ കോച്ചി പിടിക്കും ഭയങ്കരമായിട്ട്, അല്ലെ. ഓരോ തരത്തിലുള്ളതായിരിക്കും നമുക്ക് വരിക. അപ്പൊ ആദ്യം ഇത് ട്രിഗർ ചെയ്യുന്നത്, ഇത് സ്വിച്ച് ഓൺ ആക്കുന്നത് ഇവിടെ അമിഗ്ഡല എന്നാണ്. അതിന് കാരണം നമ്മുടെ പുറത്തുള്ള ബ്രെയിനിൽ ചില ചിന്തകൾ പോകുമ്പോൾ ഈ അമിഗ്ഡലയിൽ ഇത് സ്വിച്ച് ഓൺ ആക്കുന്നു, അങ്ങ് താഴേക്ക് ഇറങ്ങുന്നു. അമിഗ്ഡല സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാല് പിന്നെ നമ്മുടെ കയ്യിലല്ല കാര്യങ്ങൾ, പിന്നെ നമ്മുടെ കയ്യിലല്ലേ അല്ല. അമിഗ്ഡല സ്വിച്ച് ഓൺ ആക്കുന്നത് മുന്നേ വരെയാണ് നമ്മുടെ കയ്യില് കാര്യങ്ങളുള്ളൂ. അമിഗ്ഡല സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാല് പിന്നെ നമ്മുടെ ശരീരം ഓട്ടോമാറ്റിക്കലി പ്രവർത്തിക്കുന്നു. ശരീരം ഒറ്റയ്ക്ക് അങ്ങ് ദേഷ്യം പിടിച്ച്, നിങ്ങൾ ഓർത്ത് നോക്കുക, നിങ്ങൾ ഇന്നലകളിൽ ദേഷ്യം പിടിച്ചപ്പോ എന്തൊക്കെ ചെയ്തു എന്നുള്ളത്, അതൊക്കെ പിന്നെ ഓട്ടോമാറ്റിക്കാ വർക്ക് ചെയ്യുന്നത്. നമ്മൾ ലോജിക്കലായിട്ട് കാര്യങ്ങൾ തീരുമാനിച്ച് നോക്കിയിട്ടായിരിക്കില്ല തീരുമാനങ്ങൾ എടുക്കുന്നത്, അല്ലെ. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നമ്മൾ ഇത് ഐഡന്റിഫൈ ചെയ്യാൻ, മനസ്സിലാക്കുക. ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ മനസ്സിലേക്ക് കയറി കഴിഞ്ഞാട്ടോ, ഇത് പൂർണ്ണമായിട്ട് നിങ്ങളങ്ങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക്, അതായത് നിങ്ങൾക്ക് എന്ത് കാരണങ്ങൾ കൊണ്ട് ദേഷ്യം വന്നു, എപ്പോഴൊക്കെ ദേഷ്യം വരുന്നു എന്നുള്ളത് കറക്റ്റ് മനസ്സിൽ നമ്മൾ പിക്ചർ ഉണ്ടാക്കിയാൽ തന്നെ നിങ്ങളുടെ പകുതി പ്രശ്നങ്ങൾ അവിടെ സോൾവ് ആകും എന്നുള്ളതാണ് അതിൻ്റെതായ ഒരു സത്യം. അതല്ലെങ്കിൽ നിങ്ങൾ ദേഷ്യം കാരണം എന്താണ് നമുക്ക് ശാരീരികപരമായിട്ട് അടുത്ത് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള പ്രശ്നം, ജസ്റ്റ് കമന്റ്, പ്രഷർ, അല്ലെ, ബ്ലഡ് പ്രഷർ. ദേഷ്യം കാരണം നമുക്ക് കൂടുതലായിട്ട് രക്തസമ്മർദ്ദം കൂടും, അല്ലെ. അതിൻ്റെ ഒപ്പം ബാക്കിയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട്. രക്തസമ്മർദ്ദം കൂടിയിട്ട് നമ്മുടെ കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങള്,
പക്ഷാഘാതം, സ്ട്രോക്ക്, അങ്ങനത്തെ ഒരുപാട് അസുഖങ്ങൾ നമുക്ക് നിരത്തി പറയാൻ പറ്റും അല്ലെ. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, നമ്മുടെ ഇത് നിയന്ത്രിക്കാൻ, ഇതിനെ കാര്യങ്ങൾ റെഡിയാക്കി എടുക്കാൻ, നമ്മൾ ബാക്കിയുള്ള എവിടെ നിങ്ങൾ ഓടി നടന്നാലും നിങ്ങൾക്ക് ആദ്യമായിട്ട് മനസ്സിന്റെ അകത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ള ക്ലിയർ പിക്ചർ വേണം. അത് ദേഷ്യം പിടിക്കുമ്പോൾ നമ്മൾ നോക്കിയാൽ മനസ്സിലാവില്ല കേട്ടോ. ദേഷ്യം പിടിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഇപ്പൊ ഇരുന്ന് ഈ മൊമെന്റിൽ ഇരുന്ന് നിങ്ങളുടെ ദേഷ്യം പിടിച്ച സിറ്റുവേഷൻസ് നിങ്ങൾ ഓർത്ത് നോക്കുക. ആദ്യം ചെറുത് ഓർക്കുക കേട്ടോ. ഈ ഓർക്കാൻ പറയുമ്പോൾ നമുക്ക് വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല അല്ലെ. പ്രത്യേകിച്ച് നെഗറ്റീവ് ഇമോഷൻസിനെ കുറിച്ച് പറയുമ്പോൾ ആർക്കും വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല ഓർക്കാൻ. പക്ഷെ ചെറിയ സിറ്റുവേഷൻസ്, നിങ്ങൾക്ക് ദേഷ്യം പിടിച്ച ചെറിയ മൊമെന്റുകൾ നിങ്ങളിപ്പോൾ ഇരുന്ന് ഓർത്ത് നോക്കുക. എന്തുകൊണ്ട് ദേഷ്യം വരുന്നു, അത് അതിൻ്റെതായിട്ടുള്ള ഒരു ഉയർച്ചയിലേക്ക് എത്തും, അത് കഴിഞ്ഞിട്ട് പതുക്കെ താന്നു പോകും. അതിന് ഒരു സൈക്കിൾ എന്നാണ് നമ്മൾ പറയുക. അത് എന്തുകൊണ്ട് സംഭവിച്ചു, എന്തൊക്കെ കൂട്ടി, ചെറിയ ദേഷ്യം വന്നു, അപ്പൊ ബാക്കി സാഹചര്യങ്ങൾ അങ്ങനെ ആയപ്പോ ദേഷ്യം വീണ്ടും ഇരട്ടിച്ചു, അതെന്തൊക്കെയായിരുന്നു എന്നുള്ളത് കറക്റ്റായിട്ട് നമ്മുടെ മനസ്സിൽ പിക്ചർ ഉണ്ടാക്കണം. അതേ ആൾക്കാർ ഇത് പറയുമ്പോ അത് എനിക്കറിയാലോ, എനിക്കറിയാം അറിയില്ല. കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് അത് അറിയുമായിരുന്നെങ്കിൽ നിങ്ങളുടെ ദേഷ്യം ഒരു പ്രശ്നമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരില്ലായിരുന്നു. ദേഷ്യം ഒരു വിഷയമായിട്ട്, അതൊരു പ്രോബ്ലം ആയിട്ട് നമ്മുടെ മുന്നിൽ വരുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങളത് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാര്യം എന്നുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? ജസ്റ്റ് കമന്റ് യെസ് ഓർ നോ. ഞാൻ പറഞ്ഞത് ക്ലിയർ അല്ലേ? നമുക്കപ്പം നെക്സ്റ്റ് പോയിന്റിലേക്ക് കടക്കാം. ഓക്കെ ലത, ഓക്കെ സുമേഷ്. ഇതാണ് ആദ്യമായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്, ഫസ്റ്റ് ആൻഡ് ഓൾ ചെയ്യാനുള്ളത്. ഇവിടെയാണ് ബാക്കിയുള്ള എല്ലാ തെറാപ്പികളും EFT മൈൻഡ്ഫുൾ തെറാപ്പികളും തമ്മിലുള്ള വ്യത്യാസം. ഇന്ന് യൂറോപ്യൻ തെറാപ്പീസും ഈ കോഗ്നിറ്റീവ് ബിഹേവിയറിൽ നിന്നും മാറി മൈൻഡ്ഫുൾ സ്വയം ഹീൽ ചെയ്യുന്ന തെറാപ്പീസിലേക്ക് കടന്നു വരുന്നുണ്ട്. നിങ്ങളെ ഓൺലൈനിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമ്മളാണ് ചികിത്സിക്കേണ്ടത്, വേറെ ആരുമല്ല. നമ്മുടെ മനസ്സിന്റെ പ്രശ്നം ചികിത്സിക്കേണ്ടത് നമ്മൾ മാത്രമാണ്, വേറെ ഒരാൾക്കും നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാവില്ല. നിങ്ങളുടെ ഹസ്ബൻഡിന്, നിങ്ങളുടെ വൈഫിന്, നിങ്ങളുടെ പാർട്ട്ണർക്കോ, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോ, നിങ്ങളുടെ ഉറ്റ സുഹൃത്ത്, തിക്ക് ഫ്രണ്ട് ആയിരുന്നാലും കംപ്ലീറ്റ്ലി മനസ്സിലാവില്ല. ഒരു ഏകദേശ പിക്ചർ മാത്രമേ എത്രയായിരുന്നാലും കിട്ടുള്ളൂ. അത് മനസ്സിലാക്കി നമ്മൾ തന്നെ സ്വയം ഇറങ്ങി തിരിച്ച് ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തേതായിട്ട് പിന്നെ ദേഷ്യം വരുന്ന സമയത്ത് ചെയ്യാനുള്ള കുറച്ച് ടിപ്സ് ഒക്കെ നമ്മൾ പറയാറുണ്ട്. നമ്മളിപ്പോ മെഡിറ്റേഷൻ ചെയ്യുന്നത് പോലെ ബ്രത്ത് വർക്ക് ചെയ്യാൻ പറയാറുണ്ട്. ചിലർക്ക് വർക്ക് ചെയ്യും. ഭയങ്കരമായിട്ട് ദേഷ്യത്തിലല്ല നിങ്ങളെങ്കിൽ, മീഡിയം ലെവൽ ദേഷ്യത്തിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ബ്രത്ത് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ആശ്വാസം കിട്ടും. കാരണം നമ്മൾ മെഡിറ്റേഷനിൽ പറയാറുണ്ട്, അമിഗ്ഡലയെ ഒന്ന് കാമാക്കാൻ വേണ്ടി, താൽക്കാലികമായിട്ടൊന്ന് കാമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പിന്നെയുള്ളത്, നമുക്ക് സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ദേഷ്യം കാരണം നമുക്കുണ്ടാകുന്ന ഒരുപാട് ഡാമേജുകൾ അല്ലേ. നമ്മുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കും, നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൽ, ഒരു ഫ്രണ്ട്സിന്റെ ഇടയിൽ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കും അല്ലെ. നമ്മളെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സാമൂഹിക ജീവിയാണ് അല്ലെ. നമ്മൾ ഒറ്റക്കല്ലല്ലോ ജീവിക്കുന്നത്, സമൂഹത്തിലാണ് എല്ലാ സമയത്തും നമ്മൾ ജീവിക്കുന്നത്. അപ്പം ദേഷ്യം കാരണം നമ്മൾ പുറത്തേക്ക് ഉണ്ടാക്കുന്ന ഡാമേജുകൾ, പ്രശ്നങ്ങൾ, അത് കുറക്കുക എന്നുള്ളതാണ് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാനുള്ള മറ്റൊരു കാര്യം. അതിനു വേണ്ടി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ സംസാരത്തിനുള്ള ശേഷി, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമ്മൾ കൂട്ടുക എന്നുള്ളതാണ്. അതെങ്ങനെയാ കൂട്ടുക? കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നിങ്ങളോടൊക്കെയുള്ള സംസാരിക്കുക എഫക്റ്റീവായിട്ട്. നമ്മുടെ കയ്യിൽ ചില കാര്യങ്ങൾ ഉണ്ടാവും പറഞ്ഞു കൊടുക്കാനുള്ള കാര്യങ്ങൾ, അത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുക, അത് കറക്റ്റായിട്ട് അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് ശരിക്കും കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. ആ സ്കില്ല് നമ്മൾ പതുക്കെ കൂട്ടിക്കൊണ്ടുവരണം. ഇത് കൂട്ടണമെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്, നമ്മൾ ബാക്കിയുള്ളവരെ ക്ഷമയോടെ കേട്ടിരിക്കാൻ തുടങ്ങണം അല്ലേ. Am I correct? Just comment. ഇത് എന്തിനെന്ന് വെച്ചാൽ ഓരോ പോയിന്റ് പറയുമ്പോഴും അത് നിങ്ങൾക്ക് കിട്ടട്ടെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കമന്റ് ബോക്സ് വീണ്ടും യൂസ് ചെയ്യാൻ പറയുന്നത്.
കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂടണമെങ്കിൽ ആദ്യം നിങ്ങളുടെ ലിസണിങ് സ്കില്ല് കൂട്ടണം. ബാക്കിയുള്ളവർ എന്താണ് പറയുന്നത്, അവരുടെ ഇമോഷൻസ് എന്താണ്, അവർ എന്തൊക്കെയാണ് പറയുന്നതെന്ന് കറക്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങണം. ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സംസാരം, നിങ്ങൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത്, നിങ്ങളുടെ ഇമോഷൻസ് എങ്ങനെ എഫക്റ്റീവായിട്ട് അവരിലേക്ക് എത്തിക്കാം എന്നുള്ള സ്കിൽസ് നമുക്ക് കൂടി വരും. അപ്പോൾ നമുക്ക് ദേഷ്യം പിടിക്കാതെ തന്നെ കാര്യങ്ങൾ എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് കിട്ടും. അപ്പൊ പതുക്കെ പതുക്കെ ഈ ഒരു ദേഷ്യം പിടിക്കേണ്ടതിന്റെ ആവശ്യകത ഇല്ല എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ സബ് കോൺഷ്യസ് അൺകോൺഷ്യസ് മനസ്സുകൾ എത്തും. അതിന് ചെയ്യാനുള്ളത് നമ്മൾ നല്ല രീതിയിൽ സംസാരിച്ചു തുടങ്ങുക. നമുക്ക് എന്താണോ ഇമോഷൻസ്, അതായത് ചില ആളുകൾ ഇൻട്രോവേർട്ട്, അധികം സംസാരിക്കാത്ത ആളുകൾ ഉണ്ടാവും, ചില ആളുകൾ കൂടുതലായിട്ട് സംസാരിക്കുന്ന ആളുകൾ ഉണ്ടാവും. അത് എന്ത് എന്നുള്ളതല്ല, നിങ്ങൾ ഏത് ടൈപ്പ് ആയിരുന്നാലും നമുക്ക് പറയാനുള്ള കാര്യങ്ങളെ കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടോ, എവിടേക്കാണ് പ്രശ്നങ്ങൾ വരുന്നത് എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അത് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമുക്ക് ചെയ്യാനുള്ളത് ലിസണിങ് സ്കില്ല്. അവര് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, അവരെ പ്രശ്നങ്ങൾ പറയുമ്പോൾ നമ്മൾ എഫക്റ്റീവായിട്ട് അതിനെ ലിസൺ ചെയ്യുക, കേട്ടിരിക്കുക എന്നുള്ളതാണ്. പിന്നെയുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മെഡിറ്റേഷൻ ആണ്. ദിവസവും നിങ്ങൾ അരമണിക്കൂറെങ്കിലും ഏറ്റവും കുറഞ്ഞത് മെഡിറ്റേഷന് വേണ്ടി മാറ്റി വെക്കുക. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ശരിക്കും നമ്മുടെ മൈൻഡ് നമ്മുടെ കയ്യിൽ കൂടുതലായിട്ട് കൺട്രോൾ വരും, ഇല്ലേ? നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ലേ? ഡെയിലി മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ മൈൻഡ്, അത് ചെയ്യുമ്പോൾ മാത്രമല്ലല്ലോ, ദിവസം മൊത്തം രാവിലെ നിങ്ങൾ എണീറ്റ് രാത്രി ഉറങ്ങുന്നത് വരെ മൈൻഡ് കൂടുതലായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. മെഡിറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ജസ്റ്റ് കമന്റ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഫസ്റ്റ് ആൻഡ് ഓള് നമ്മൾ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. എന്നെ ദേഷ്യം പിടിക്കുന്നത് ഈ സാഹചര്യങ്ങളാണ്, അങ്ങനത്തെ സംഭവങ്ങളാണ്, എനിക്കത് പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയാണ് എന്നുള്ളതിന് പകരമായിട്ട് ആ സിറ്റുവേഷൻ അഫോർമേഷൻ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത്, അത് മെഡിറ്റേഷനിലായിരുന്നാലും ലൈഫിൽ മൊത്തം അഫോർമേഷന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അഫോർമേഷൻസ് ആണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരേ ഒരു മാർഗം. നമ്മൾ എത്ര ചിന്തിച്ചാലും ഇതൊക്കെ മാറ്റണം, ഈ സിറ്റുവേഷൻസ് ഒക്കെ ക്ലിയർ ഔട്ട് ചെയ്യണം എന്നൊക്കെ നമ്മൾ ചിന്തിച്ചാലും നമുക്ക് കറക്റ്റ് ആയിട്ട് അകത്തേക്ക് എത്തണമെങ്കിൽ നിരന്തരം അത് മനസ്സിലേക്ക് പറഞ്ഞ്, നമ്മൾ ഇന്നലകളിൽ ഡ്രൈവിംഗ് ആദ്യം പഠിച്ച സമയത്ത് നമ്മൾ ചെയ്തിരുന്നത് മൈൻഡ്ഫുൾ ആയിട്ടായിരുന്നു. പിന്നെ പതുക്കെ പതുക്കെ അത് ഓട്ടോമാറ്റിക് മൈൻഡിലേക്ക്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് മാറി, അല്ലെ? ഇന്ന് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്, നിങ്ങളുടെ വർക്ക് ചെയ്യുന്നത്, നിങ്ങളുടെ ജോലി ചെയ്യുന്നത് ഓട്ടോമാറ്റിക് അല്ലേ? ചിന്തിക്കുന്നൊന്നുമില്ലല്ലോ, ജസ്റ്റ് ചെയ്യുന്നു. നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മൈൻഡ്, നമ്മുടെ കണ്ണുകൾ അതിൽ ശ്രദ്ധിക്കുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ ദേഷ്യം മാനേജ് ചെയ്യാവുന്ന ഒരു സിറ്റുവേഷൻ, നമ്മുടെ ദേഷ്യം നമുക്ക് പ്രശ്നമല്ലാത്ത ഒരു മാനസികാവസ്ഥ ക്രിയേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ, സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് ഡീപ്പർ ആയിട്ട് എത്തിക്കണമെങ്കിൽ നമ്മൾ അഫോർമേഷൻസ് കൊടുത്തുകൊണ്ടേയിരിക്കണം. അഫോർമേഷൻസ് എന്ന് പറഞ്ഞാലല്ലേ, പ്രസന്റ് ആയിരിക്കണം കേട്ടോ. നമുക്ക് ഇന്നലകളിൽ നമ്മുടെ മൈൻഡിലുള്ള അഫോർമേഷൻ എന്ന് പറഞ്ഞാല്, എനിക്ക് ഈ സിറ്റുവേഷൻ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ദേഷ്യം പിടിവിട്ടു പോകുന്നു, ബാക്കി സാഹചര്യങ്ങൾ കാരണം എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നു എന്നുള്ളതായിരുന്നു. അത് മാറ്റിയിട്ട് ഈ സിറ്റുവേഷൻ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഐ ക്യാൻ മാനേജ് ഇറ്റ് എന്നുള്ള അഫോർമേഷൻ ആയിരിക്കണം നിങ്ങൾ നിരന്തരം മനസ്സിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കേണ്ടത്. അത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അതാണ് നിങ്ങൾ എത്തിക്കേണ്ടത്. ഞാൻ നാളെ മുതൽ എൻ്റെ ദേഷ്യം നിയന്ത്രിക്കും എന്നുള്ളതായിരിക്കരുത്. ലോട്ടറിക്കാരെ പോലെ നാളെ നാളെ എന്നുള്ളതായിരിക്കരുത് നമ്മുടെ അഫർമേഷൻ. ഇന്ന് ഈ മൊമെന്റ് മുതൽ ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരാളല്ല ഞാൻ. എൻ്റെ എല്ലാ ഇമോഷൻസും ഐ ക്യാൻ ഹാൻഡിൽ ഇറ്റ് എന്നുള്ള അഫർമേഷൻ ആയിരിക്കണം ഈ മൊമെന്റ് മുതൽ നിങ്ങൾ കൊടുക്കേണ്ടത്. തെറ്റായ കാര്യങ്ങൾ കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നു, ഓക്കെ, തെറ്റായ കാര്യങ്ങൾ സംഭവിക്കുന്നു, തെറ്റായ കാര്യങ്ങൾ, ഓക്കെ. അപ്പോൾ അതിൽ ദേഷ്യം പിടിച്ചുകൊണ്ട് നമുക്ക് തെറ്റായ കാര്യങ്ങൾ മാറ്റാൻ പറ്റില്ല. നമുക്ക് എന്താണ് കറക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള
കറക്റ്റ് പിക്ചർ നമ്മുടെ കയ്യിലുണ്ടെങ്കിലേ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? ദേഷ്യം പിടിച്ചുകൊണ്ട് നമുക്ക് ലൈഫിൽ ഒന്നും നേടാനില്ല. അതുകൊണ്ട് തന്നെ ദേഷ്യം നമുക്ക് കുറക്കണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു അഫർമേഷൻ. ഇപ്പൊ മുതൽ, ഈ ഒരു നിമിഷം മുതല്, ഇന്നലെ വരെ നമ്മളൊരു ദേഷ്യക്കാരനായിരിക്കാം അല്ലെ, ദേഷ്യക്കാരിയായിരിക്കാം, നമ്മുടെ ഇമോഷൻസ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരാളായിരിക്കാം. പക്ഷെ ഇന്ന് മുതൽ നമ്മൾ അഫർമേഷൻ ഇപ്പൊ മുതൽ കൊടുക്കേണ്ടത്, ഞാനത് മാനേജ് ചെയ്യുന്ന, ഒരു ഹെൽത്തി ആയിരിക്കുന്ന, ഒരു ദേഷ്യം കൂളായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളായിട്ട് ഞാൻ മാറിയിട്ടുണ്ട്. ഈ മൊമെന്റ് മുതൽ അങ്ങനെ വേണം നിങ്ങൾ ചിന്തിക്കാൻ. നാളെ മുതൽ ഞാൻ മാറുമോ, മറ്റന്നാൾ മുതൽ എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റം വരുന്നു, അങ്ങനെയല്ല. ഈ നിമിഷം മുതൽ നിങ്ങൾ തീരുമാനം എടുക്കുക, ഇത് എന്നെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റും. അതായത് ഒറ്റയടിക്ക് നിങ്ങൾ മാനേജ് ചെയ്യുക എന്നല്ല, അത് ഡീപ്പറായിട്ട് സബ് കോൺഷ്യസ് മൈൻഡിന്റെ അകത്തേക്ക് ഇതിങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുക. ഈ ഒരു ബോധ്യം, ഇമോഷൻസിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള, ആരോഗ്യകരമായിട്ടുള്ള ഒരു മാനസികാവസ്ഥ എന്നിൽ വരുന്നുണ്ട്, എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, അത് എന്നിന്റെ അകത്തേക്ക് വന്നിട്ടുണ്ട് എന്നുള്ള അഫർമേഷൻ, അത് നിങ്ങളുടെ മൈൻഡിലേക്ക് നിങ്ങളൊന്ന് കൊടുത്തു നോക്ക്, ജീവിതം മാറും. അതല്ല അധികം ആൾക്കാരും ചെയ്യണത് എന്ന് വെച്ചാല്, ദേഷ്യം മാറണം, മാറ്റുന്ന അറിയാം, മാറണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ അറിയാം, അതൊക്കെ ഫ്യൂച്ചറിലേക്ക് മാറ്റി വെക്കുകയാണ്. അതിന്റെ ആവശ്യമില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സാണ്. നമ്മുടെ മനസ്സൊക്കെ അല്ലേ വളരെ സിമ്പിൾ ആണ്. നമ്മളിത് പല ഇമോഷൻസ് അങ്ങോട്ടിട്ട് ഇങ്ങോട്ടിട്ട് ഇങ്ങോട്ടിട്ട് അങ്ങോട്ടിട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കുകയാണ് ചെയ്യുന്നത്. വെറുതെ കോംപ്ലിക്കേറ്റഡ് ആക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ നിമിഷം മുതൽ നിങ്ങൾ ഈ അഫർമേഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ സബ് കോൺഷ്യസ് മൈൻഡിന് കുറെ പറയാനുണ്ടാവും. മാനേജ് ചെയ്തത് തന്നെ. ആ സിറ്റുവേഷൻ വരുമ്പോ നീ വീണ്ടും അതേപോലെ തന്നെയാണ് പെരുമാറുക. ഈ തെറ്റ്, ഈ പ്രശ്നങ്ങൾ വരുമ്പോ നീ വീണ്ടും ഇതേപോലെ തന്നെയാണ് വരിക. അതേപോലെ തന്നെ ആ ദേഷ്യം വരുന്ന മൊമെന്റിൽ നീ വീണ്ടും പഴയ പോലെ ആവും എന്നുള്ള സബ് കോൺഷ്യസ് മൈൻഡ് പറയും. സബ് കോൺഷ്യസ് മൈൻഡിന് അതേ അറിയുള്ളൂ. നമ്മൾ അവിടെ വീണ്ടും അഫർമേഷൻസ് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഞാൻ പുതിയൊരാളായി മാറിയിട്ടുണ്ട്. എന്റെ ഇമോഷൻസ് എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന, ദേഷ്യം എന്നെ നിയന്ത്രിക്കാതെ എനിക്ക് ഇമോഷൻസിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന, എന്റെ നെഗറ്റീവ് ഇമോഷൻസിനെ എനിക്ക് ആവശ്യമുള്ളപ്പോൾ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ഞാൻ മാറിയിട്ടുണ്ട്. ഈ മൊമെന്റ് മുതൽ ഞാൻ മാറിയിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലേക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുക. അതാണ് നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? എനിക്ക് ദേഷ്യമല്ല വരുമ്പോൾ ഒരു വിറയൽ വരും, കിതപ്പൊക്കെയാണ് ഉണ്ടാവുക, അതും എന്നെ കുറ്റപ്പെടുത്തി പറയുമ്പോഴാണ്. ഈ കിതപ്പ് ശാരീരികമായിട്ടുള്ള മാറ്റങ്ങളില്ലേ, അത് നമ്മുടെ അമിഗ്ഡല, നമ്മുടെ ശരീരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയാണ്. ദേഷ്യം പിടിച്ച് ഇമോഷൻസ് നമ്മുടെ ബ്രെയിന് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, നേരെ അമിഗ്ഡല നിയന്ത്രണം ഏറ്റെടുത്താണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് മൊത്തം പറഞ്ഞേക്കും. ബ്രെയിന് മാത്രമായ ബ്രെയിനൊക്കെ പൊട്ടിത്തെറിച്ചു പോകും അല്ലെ, നമ്മുടെ തല പൊട്ടിത്തെറിച്ചു പോകും. അമ്മാതിരി ഇമോഷൻസ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അന്നേരം ഇത് മൊത്തം ശരീരത്തിലേക്ക് പറഞ്ഞയക്കും. അത് കാരണം നമുക്ക് ഹാർട്ട് ബീറ്റ് ഉണ്ടാവും, ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. നിങ്ങൾക്ക് അറിയാം, ദേഷ്യം പിടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ അല്ലെ, അത് അതുകൊണ്ടാണ് വരുന്നത്. അപ്പൊ ഇതിൽ എന്താണെന്ന് വെച്ചാല്, കുറ്റപ്പെടുത്തി പറയുമ്പോഴാണ്, നിങ്ങൾക്ക് ക്ലിയർ ആണ്, കുറ്റപ്പെടുത്തി പറയുമ്പോഴാണ് നിങ്ങൾക്ക് ഇമോഷൻസ് വരുന്നത്. കുറ്റബോധം, ഗിൽറ്റ്. ഗിൽറ്റ് നമ്മളെ മാനസികപരമായിട്ട് ഒരുപാട് തളർത്തും അല്ലെ. നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നാല് നമ്മളെ ഒരുപാട് തളർത്തിക്കൊണ്ടുപോകും. നിങ്ങൾ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് കുറ്റപ്പെടുത്തുന്നത്, ആ കാര്യങ്ങൾ എടുക്കുക, അത് ഹീൽ ചെയ്ത് ഒഴിവാക്കുക. കുറ്റബോധം നിങ്ങൾ എത്ര കാലം കൊണ്ട് നടക്കുന്നോ, ശരിക്കും അത് നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു വാള് വെച്ച, അല്ലെങ്കിൽ കത്തി, രണ്ട് തലയും മൂർച്ചയുള്ള കത്തി അവിടെ കൊണ്ടുപോയി വെച്ചതിന് സമാനമായിരിക്കും. അത് നമ്മളെ പിറകോട്ട് വലിച്ചു കൊണ്ടേയിരിക്കും. ലൈഫില് നമ്മളെ ഒരിക്കലും സ്നേഹിക്കാൻ തുടങ്ങില്ല. കുറ്റപ്പെടുത്തുന്നത് ഈ സ്വയം ഉള്ള കുറ്റബോധം നമ്മൾ ഹീൽ ചെയ്ത് മാറ്റണം. കുറ്റബോധം, ഷെയിം, സ്വയം ഉള്ള ഷെയിം, അതാണ് നമ്മൾ ഏറ്റവും അടിയിലുള്ള മാനസികാവസ്ഥ എന്ന് പറയാം. അതാണ് കുറ്റബോധം. അപ്പം അത് നമ്മൾ ഹീൽ ചെയ്ത് മാറ്റേണ്ടത്, അതിന് കാരണമായിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ ഉണ്ടാവും, ഇൻസിഡൻസ് ഉണ്ടാവും, ട്രോമകൾ ഉണ്ടാവും. അത് നമ്മൾ ഹീൽ ചെയ്ത് മാറ്റണം.
എന്നിട്ട് ഈ കുറ്റബോധത്തിന്റെ ഗിൽറ്റ് ഫീലിങ്. ഇപ്പൊ അധികം ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് 2-3 ദിവസം മുന്നേ വന്നൊരു ഇൻസിഡന്റ് ഓർമ്മ വരുന്നത്. സെക്ഷൽ കംപ്ലൈൻസ്, ലൈംഗികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് ലൈംഗിക പ്രശ്നങ്ങൾ 2-3 ടൈപ്പ് ഉണ്ട്. സമയത്തിന്റെ പ്രശ്നം ഉണ്ടാവാം, അതേപോലെ തന്നെ 2-3 ടൈപ്പ് ഉണ്ട്. അതില് പ്രശ്നത്തിൽ പ്രധാനപ്പെട്ട കാരണം അത് സെക്ഷൽ ആയിരിക്കാനും അല്ലാത്തതായിരിക്കുള്ള കുറ്റബോധങ്ങളാണ്. നമ്മൾ തെറ്റ് ചെയ്തു, ഞാനത് ചെയ്യാൻ പാടില്ലാത്ത സംഭവങ്ങൾ ചെയ്തു എന്നുള്ള കുറ്റബോധം. ഇതാണ് അസുഖമായിട്ട്, മാനസിക പ്രശ്നങ്ങൾ മാത്രമല്ല കേട്ടോ, ശാരീരികപരമായിട്ട് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാക്കാൻ ഇതിന് ശേഷിയുണ്ട്. അത് ഹീല് ചെയ്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ പതുക്കെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, പൂർണ്ണമായിട്ട് തന്നെ. ഫസ്റ്റ് പ്രൈമറി ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, മെഡിറ്റേഷൻ, ഈ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഹീലിംഗ് തെറാപ്പി, എവിടെയാണോ നിങ്ങളുടെ ലൈഫിൽ ഗിൽറ്റിന് കാരണമായിട്ടുള്ള സംഭവങ്ങൾ സംഭവിച്ചത് അത് ഹീൽ ചെയ്ത് ഒഴിവാക്കണം. ഗിൽറ്റ് വരുന്നത്, കുറ്റബോധം വരുന്നത് പലപ്പോഴും നമ്മുടെ മൊറാലിറ്റി, അല്ലെ? നമുക്ക് ഓരോരുത്തർക്കും ഓരോ ധാർമ്മികമായിട്ടുള്ള ബോധം ഉണ്ടാവും. നമുക്ക് എത്ര നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും എന്തൊക്കെയായിരുന്നാലും ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഞാൻ ചെയ്യില്ല, അതിനെ കുറിച്ച് ചിന്തിക്ക പോലുമില്ല എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കുണ്ടാവും. അത് ബ്രേക്ക് ചെയ്യുമ്പോൾ, അത് പൊട്ടിപ്പോകുമ്പോഴാണ് നമുക്ക് ഗിൽറ്റ്, കുറ്റബോധം വരുന്നത്, അല്ലെ? നിങ്ങളുടെ ധാർമ്മിക ബോധത്തെ കുറിച്ച് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. അതില് മുറിവുകൾ വരുമ്പോഴാണ് നമുക്ക് ഗിൽറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് കമന്റ് യെസ് ഓർ നോ. ക്ലിയർ അല്ലേ? ഇങ്ങനെയാണ് നമുക്ക് ഗിൽറ്റ് വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? നമ്മൾ ദേഷ്യത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഗിൽറ്റ് ഫീലിംഗിൽ എത്തിയിട്ടുണ്ട്. ട്രോമകളാണ്. നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്തിട്ടും, പ്രൈമറി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടും ഹീൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിന്റെ കാരണം അകത്ത് ട്രോമകൾ ഉണ്ട് എന്നുള്ളതാണ്. ആ ട്രോമകളെ കൂടി നിങ്ങൾ പതുക്കെ ഹീൽ ചെയ്താൽ മാത്രമേ സബ് കോൺഷ്യസ് മൈൻഡിന്റെ അകത്തേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുള്ളൂ. കിണർ കുഴിച്ചു പോകുമ്പോൾ പാറ കണ്ടാൽ എന്താ, നമ്മൾ വീണ്ടും പിക്കാസും കൈക്കോട്ടും മൺവെട്ടൊക്കെ എടുത്ത് കുഴിച്ചിട്ട് കാര്യമില്ല, അത് പൊട്ടിക്കണം. അത് പൊട്ടിച്ചാലേ നമുക്ക് അകത്തേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുള്ളൂ, സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഉള്ളിലേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇന്നത്തെ സെഷനിൽ പറയാനുള്ളത്. അപ്പം ബ്ലഡ് പ്രഷർ, ബ്ലഡ് പ്രഷറിന്റെ ഒരേ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ ദേഷ്യമാണ്. ദേഷ്യമടക്കമുള്ള ഇമോഷൻസിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇതിനുള്ള ഒരേ ഒരു കാരണം. പക്ഷെ ഇത് മനസ്സിലാക്കാതെ, ഇതിനെക്കുറിച്ച് പഠിക്കാതെ, ദേഷ്യമൊക്കെ അതൊക്കെ എൻ്റെ ജീവിതത്തിന്റെ ഭാഗമാണ്, എൻ്റെ വർക്ക് ഇങ്ങനെയാണ്, എൻ്റെ ജീവിതം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് ബ്ലഡ് പ്രഷറിന് മരുന്ന് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും, അല്ലെ? ആദ്യം ഒരു മരുന്ന് കുടിക്കും, നിൽക്കുന്നില്ല, 2 മരുന്ന് കുടിക്കുന്നു, 3 മരുന്ന് കുടിക്കുന്നു. ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാനുള്ള സ്വയം മെക്കാനിസം നമ്മുടെ ശരീരത്തിന് അറിയാം. നമ്മുടെ ശരീരത്തിൽ രക്തത്തിന്റെ അളവ് കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിന് സിഗ്നൽ കിട്ടും. നമ്മൾ ഓട്ടോമാറ്റിക്കലി കൂടുതലായിട്ട് മൂത്രം ഒഴിക്കാൻ തുടങ്ങും, അല്ലെ? മഴക്കാലത്ത് നമ്മൾ കൂടുതൽ മൂത്രം ഒഴിക്കും, കാരണം വിയർപ്പായിട്ട് അധികം വെള്ളം നമ്മൾ പുറത്തുനിന്ന് പോകുന്നില്ല, പുറത്തേക്ക് തൊലിയിലൂടെ പോകുന്നില്ല. ശരീരത്തിന് അറിയാം. ഇതിന് സെൻസറുകൾ ഉണ്ട് നമ്മുടെ ശരീരത്തില്. നമ്മുടെ ശരീരത്തില് ഏതൊക്കെ ഘടകങ്ങൾ കൂടുന്നുണ്ടോ എന്ന് കറക്റ്റ് മനസ്സിലാക്കാനുള്ള സെൻസറുകൾ ഉണ്ട്. രക്തത്തിൽ പഞ്ചസാര കൂടുമ്പോൾ പാൻക്രിയാസ് അത് സെൻസ് ചെയ്യും, കൂടിയിട്ടുണ്ട്, ഇൻസുലിനെ പറഞ്ഞേക്ക്. ബ്ലഡ് പ്രഷർ കൂടിയിട്ടുണ്ട്, കിഡ്നിനോട് പറയും പെട്ടെന്ന് മൂത്രമൊഴിക്കാനുള്ള പരിപാടികൾ ഉണ്ടാക്ക്. അതല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ കുറഞ്ഞിട്ടുണ്ട്, രക്തക്കൊഴലുകൾക്കൊക്കെ സിഗ്നൽ കൊടുക്ക് ഒന്ന് ചെറുതാവാൻ, അല്ലെ? പൈപ്പ് ചെറുതായി കഴിഞ്ഞാൽ പ്രഷർ കൂടില്ലേ? പൈപ്പ് ഒന്ന് ചെറുതായാൽ വരുന്ന പ്രഷർ കൂടും. ഇത്തരത്തിൽ നമ്മുടെ ശരീരത്തിന് ഓട്ടോമാറ്റിക് അറിയാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അവിടെ ആ മെക്കാനിസത്തെ നിങ്ങൾ അമിഗ്ഡലയെ നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. അമിഗ്ഡല പ്രഷർ കൂട്ടി ഇതൊക്കെ താറുമാറാക്കുന്നു. എന്നിട്ട് നിങ്ങൾ ഇതിനെതിരെ മരുന്ന് കുടിക്കുന്നു. എത്ര കാലം നിങ്ങൾ മരുന്ന് കുടിച്ചാലും ഇത് മാറിപ്പോവില്ല, ബേസിക് ആയിട്ടുള്ള ഈ പ്രശ്നം പരിഹരിക്കാതെ. ഓക്കെ, ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ. ഇന്നത്തെ സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, ഹൗ വാസ് ദ മെഡിറ്റേഷൻ ടുഡേ? ആർക്ക് സംസാരിക്കുന്നുണ്ടെങ്കിൽ സംസാരിക്കാം, ഞാൻ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? കൂടുതൽ ഡൗട്ടുകളൊന്നും ഇല്ലല്ലോ?
അപ്പൊ ഗിൽട്ട് ഫീലിംഗ് എന്ന് പറഞ്ഞാല് നമ്മളെ ഒരുപാട് തളർത്തിക്കളയും. നെഗറ്റീവ് ഇമോഷൻസിൽ തന്നെ വളരെ അടിയിൽ നിൽക്കുന്ന ഒരു ഇമോഷനാണ്. നമ്മൾ സ്വയം കുറ്റപ്പെടുത്തല്ല വേണ്ടത്, നമ്മൾ സ്വയം കരുണ കാണിക്കണം നമ്മളോട്, അല്ലെ? ബാക്കിയുള്ളവർ ചെയ്ത തെറ്റുകളെ അവരോട് പുറത്തു കൊടുക്കുന്നവരെ നമ്മൾ എന്താ പറയാറുള്ളത്? നമ്മൾ ബാക്കിയുള്ളവരോട് ക്ഷമിച്ചു കൊടുക്കുന്നതിന്റെ മുന്നേ നമ്മളോടാണ് നമ്മൾ ക്ഷമിച്ചു കൊടുക്കേണ്ടത്. ഈ ഭൂമിയിൽ എല്ലാവരുടെ ഭാഗത്തും മിസ്റ്റേക്ക് വരും, പക്ഷെ അത് ശരിയാക്കിയെടുത്ത് റെക്ടിഫൈ ചെയ്ത് പോസിറ്റീവിലേക്ക് വരാനുള്ള ഒരു ശേഷി, അല്ലെ? എത്ര ഇടി കിട്ടിയാലും, അല്ലെ? ബോക്സിംഗിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എത്ര ഇടി കിട്ടി എന്നുള്ളതല്ല, എത്ര ഇടി കിട്ടിയാലും അത് തിരിച്ചു വരാനുള്ള ശേഷി, ആ റെസിലിയൻസിനെയാണ് നമ്മൾ ബോക്സിംഗിലെ പവർ എന്ന് പറയുക, അല്ലെ? ഒരു ഇടിയും മേടിക്കാതെ അങ്ങനെ ഇരിക്കുന്നവരെയല്ല. അതേപോലെയാണ് നമ്മുടെ ലൈഫിൽ മിസ്റ്റേക്സ് സംഭവിച്ചോ എന്നുള്ളതല്ല, നിങ്ങൾ എത്ര താഴെ പോയിട്ടും തിരിച്ചു വരാനുള്ള ശേഷി നിങ്ങളിൽ ഉണ്ടാക്കി കൊടുക്കുന്നു, അതാണ് നമ്മുടെ ലൈഫിൽ ശരിക്കും നമുക്ക് ആവശ്യമുള്ളത്. ഓക്കെ അരുണിമ, താങ്ക് യു. ഓക്കെ, താങ്ക് യു ആൾ.